Dears, welcome back to Eagle Learning. Yes, അപ്പോൾ നിങ്ങൾ കാത്തിരുന്ന ഓണം എക്സാമിംഗ് അടുത്തെത്തിയിരിക്കുകയാണ്. ഇനി വളരെ കുറച്ച് ദിവസങ്ങളാണ്. വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രം നന്നായിട്ട് പഠിക്കുക, കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിച്ച് ഫുൾ മാർക്ക് വാങ്ങാൻ നമ്മുടെ മുന്നിൽ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. യെസ്, അപ്പോൾ ഏതൊക്കെ ചാപ്റ്റേഴ്സ് ആണ് ഓണം എക്സാമിനുള്ളത്, ഓരോ ചാപ്റ്ററിന്റെയും വെയിറ്റേജ് എത്ര, അതേപോലെ ഓരോ ചാപ്റ്ററിൽ നിന്നും പഠിക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടന്റ് പോയിന്റ്സ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. നിങ്ങൾ ഇത് പഠിച്ച് പോയാൽ മതി. ഓണം എക്സാമിന് ഞങ്ങൾ പറയുന്ന ഈ പോയിന്റ്സ് പഠിച്ച് പോയാൽ മതി, നിങ്ങൾക്ക് എന്തെയും ഫുൾ മാർക്ക് കിട്ടും. എനിക്ക് തോന്നുന്നു പഠിച്ചു കഴിഞ്ഞ കുട്ടികളുണ്ടാവും, ഓണം എക്സാം പഠിച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന കുട്ടികളുണ്ടാവും. അപ്പൊ രണ്ടാൾക്കാരും ഈ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണുക. പഠിച്ചു കഴിഞ്ഞവർ ഈ പോയിന്റ്സ് ഒക്കെ നിങ്ങൾ പഠിച്ചതിലുണ്ടോ എന്ന് ഉറപ്പുവരുത്തുക. യെസ്, പഠിക്കാത്തവരെ ആദ്യം ഈ ടോപ്പിക്സ് പഠിച്ചിട്ട് ബാക്കിയുള്ളത് പഠിക്കുക. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് 30 പോയിന്റ്സേ ഉള്ളൂ. ആ 30 പോയിന്റ്സും പഠിച്ചു കഴിഞ്ഞ് പോയാൽ നിങ്ങൾക്ക് ഫുൾ മാർക്കാണ്. അത്രയേ ഉള്ളൂ. ഇനിയുള്ള ഒരു കുറച്ച് ദിവസങ്ങളിൽ നന്നായിട്ട് പഠിച്ചാൽ കിട്ടാവുന്ന മാർക്ക് തന്നെയുള്ളൂ. അപ്പൊ ടേം 1 4 ചാപ്റ്റേഴ്സ് ആണ് ഓണം എക്സാമിന് വരുന്നത്. ഫസ്റ്റ് ചാപ്റ്റർ സൊല്യൂഷൻ, ഇലക്ട്രോകെമിസ്ട്രി, കൈനറ്റിക്സ് ആൻഡ് DNF ബ്ലോക്ക്. അപ്പൊ ഇതിൽ ഏറ്റവും വെയിറ്റേജ്, ഏറ്റവും അധികം ചോദ്യങ്ങൾ വരുന്നത് ആദ്യത്തെ 2 ചാപ്റ്ററിൽ നിന്ന് തന്നെയാണ്. സൊല്യൂഷനും ഇലക്ട്രോകെമിസ്ട്രിയിലും പഠിച്ചാൽ 42 മാർക്ക് കിട്ടും അല്ലെ? എനിക്ക് തോന്നുന്നു കൈനറ്റിക്സും കൂടി കഴിഞ്ഞാൽ 60 മാർക്കിനുള്ള ആ 3 ചാപ്റ്റേഴ്സിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് സ്കോർ ചെയ്യാം. ബാക്കിയുള്ളത് നിങ്ങൾ വെച്ചോ എന്നുള്ളതാണ് ഗവൺമെന്റ്. കാരണം ഇലക്ട്രോ കെമിസ്ട്രിയും സൊല്യൂഷൻസ് ഒക്കെ കമ്പാരിറ്റീവ്ലി കുറച്ച് ടഫ് ആണ് അല്ലേ? ന്യൂമറിക്കൽസ് കൂടുതലുള്ള ചാപ്റ്റർ ആണ് സൊല്യൂഷനും ഇലക്ട്രോ കെമിസ്ട്രിയും. ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ കൈനറ്റിക്സ്, DNF ബ്ലോക്ക് എലമെന്റ്സ്. കൈനറ്റിക്സിൽ ഡെറിവേഷൻസ് വരുന്നുണ്ട്. യെസ്, നമുക്കത് ഡീറ്റെയിൽ ആയിട്ട് പോവാം അല്ലേ? യെസ്, അപ്പൊ ആദ്യം സൊല്യൂഷൻസ് ആണ് ഫസ്റ്റ് ചാപ്റ്റർ. 21 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ഈ ഒരു ചാപ്റ്ററിൽ നിന്നാണ്. ആദ്യം വരുന്നത് ഡിഫറൻഷിയേറ്റ് മൊളാരിറ്റി ആൻഡ് മൊളാലിറ്റി ആണ്. മൊളാരിറ്റിയും ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ സാധാരണ ചോദിക്കാറുണ്ട്. അത് ഓൾറെഡി അവർ +1 അതിന്റെ ബേസിക്സ് ഒക്കെ പഠിച്ചതാണ്. സോ വളരെ ഈസി ആയിരിക്കും. ഒരു 2 മാർക്ക് ക്വസ്റ്റ്യൻ അല്ലേ? അതേപോലെ ഈ മൊളാരിറ്റിയുടെയും മൊളാലിറ്റിയുടെയും ന്യൂമറിക്കൽസ് വളരെ ഇമ്പോർട്ടൻസ് ആണ്. മോൾ ഫ്രാക്ഷൻ ഒക്കെ വെച്ചുള്ള ന്യൂമറിക്കൽസ് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യണം തീർച്ചയായും. നിങ്ങൾ NCERT ഡെൻസിറ്റി വെച്ചുള്ള പ്രോബ്ലം ഉണ്ട്. മൊളാരിറ്റിയും റിലേറ്റ് ചെയ്തുകൊണ്ട് ഡെൻസിറ്റി വെച്ചുള്ള ഒരു പ്രോബ്ലം ആണ്. അത് നോക്കി വെച്ചേക്കെ. പിന്നീട് വരുന്നത് റോൾസ് ലോ ആൻഡ് ഐഡിയൽ ആൻഡ് നോൺ ഐഡിയൽ സൊല്യൂഷൻസ്. എന്താണ് ഐഡിയൽ സൊല്യൂഷൻ, എന്താണ് നോൺ ഐഡിയൽ സൊല്യൂഷൻ, വളരെ ഇമ്പോർട്ടന്റ് ആണ്. നോൺ ഐഡിയൽ സൊല്യൂഷൻ ഷോയിങ് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ഡീവിയേഷൻ. അവരെന്ത് ചെയ്യും? എക്സാമ്പിൾ വെച്ച് ചിലപ്പോൾ ക്വസ്റ്റ്യൻ ചോദിക്കാൻ ഏറ്റവും ഇമ്പോർട്ടന്റ് എക്സാമ്പിൾ ആണ്. ആ എക്സാമ്പിൾ തന്നിട്ട് ഇതിൽ ഏതാണ് പോസിറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്നത് അല്ലെങ്കിൽ ഇത് ഏതാണ് നെഗറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്നത് സ്ഥിരമായിട്ട് ചോദിക്കാറുണ്ട്. ദെൻ അസിയോട്രോപിക് മിക്സ്ചർ. അസിയോട്രോപ്പ് ഇല്ലാതെ അഞ്ജിത മിസ്സേ ക്വസ്റ്റ്യൻസ് ഉണ്ടാവില്ല എന്ന് തന്നെ പറയല്ലേ? അസിയോട്രോപ്പ് ഇല്ലാതെ ക്വസ്റ്റ്യൻ പേപ്പർ ഇറങ്ങിയിട്ടില്ല എന്ന് തന്നെ പറയാൻ പറ്റും എല്ലാ എക്സാമിനും അല്ലേ? അതെ. അതിനുശേഷം വരുന്നത് 4 കോളിഗേറ്റീവ് പ്രോപ്പർട്ടീസും അതിന്റെ റിലേറ്റഡ് പ്രോപ്പർട്ടീസ്. lowering of vapor pressure, elevation of boiling point, depression of freezing point and osmotic pressure. 4 colligative property content video ചെയ്തിട്ടുണ്ട്. നന്നായിട്ട് പഠിച്ചാൽ അതും ക്ലിയർ അല്ലേ? യെസ്, അതിന്റെ ഒരു ലിങ്ക് നമുക്ക് ഈ ഒരു ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വെക്കാം അല്ലേ? അതിനുശേഷം വാൻ ഓഫ് ഫാക്ടർ ആണ്. അപ്പൊ ന്യൂമറിക്കൽസ് വളരെ ഇമ്പോർട്ടന്റ് ആണ് സൊല്യൂഷൻസ് ചാപ്റ്റർ. അപ്പൊ ഈ ചാപ്റ്റർ ഫുൾ പഠിച്ചു എന്ന് കരുതി നിങ്ങൾ ബാക്കി ചാപ്റ്റർ വിടരുത്. കാരണം ന്യൂമറിക്കൽസ് അല്ലേ? സൊല്യൂഷന്റെ ന്യൂമറിക്കൽസ് കമ്പാരിറ്റീവ്ലി ടഫ് ആണ്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാ, നിങ്ങൾക്ക് ടഫ് ആവൂല. കാരണം ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു അതിന്റെ ഒരു ലിങ്ക് എന്ത് ചെയ്യാ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പിൻ ചെയ്യുന്നുണ്ട്. കണ്ടന്റ് വീഡിയോ ചെയ്തിട്ടുണ്ട്. 5 ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഓക്കെ, റെഡി അല്ലേ? ഇനി നമ്മൾ കണ്ടന്റ് വീഡിയോസ് ഒക്കെ ഈ ചാനലിൽ ലഭിക്കുന്നതായിരിക്കും. നിങ്ങൾക്ക് ഡോണ്ട് വറി, ടെൻഷൻ ഒന്നും വേണ്ട. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേ കേട്ടല്ലേ? കണ്ടന്റ് വീഡിയോ കണ്ടിന്യൂസ് ആയിട്ട് വരണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേ. ഈഗിളിന്റെ +2 ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേ. അപ്പൊ കണ്ടന്റ് വീഡിയോ കറക്റ്റ് ആയിട്ട് വരാൻ റെഡി. അടുത്ത ചാപ്റ്ററിലേക്ക് പോകാം. മക്കളെ, നെക്സ്റ്റ് ചാപ്റ്റർ ഈസ് ഇലക്ട്രോ കെമിസ്ട്രി. 21 ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. ഒരുപക്ഷേ അഞ്ജിത മിസ്സേ പഠിക്കുന്നതിൽ കമ്പാരിറ്റീവ്ലി ടഫ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ അല്ലേ? എനിക്ക് അത്ര ഇഷ്ടമില്ലാത്തൊരു ചാപ്റ്റർ തന്നെയാണ്. ഇവിടെ ആക്ച്വലി നമ്മുടെ ഈഗിളിൽ ഇലക്ട്രോ കെമിസ്ട്രി ഏറ്റവും ഇഷ്ടപ്പെടുന്ന ആൾ ആർട്ടി സാർ തന്നെയാണ്. സോ ആർട്ടിക്ക് തന്നെയാണ് ആധികാരികമായിട്ട് ആ ചാപ്റ്ററിനെ പറ്റി പറയാൻ. അപ്പൊ സ്റ്റാൻഡേർഡ് EMF കാൽക്കുലേറ്റ് ചെയ്യാൻ ആദ്യമായിട്ട് സ്റ്റാൻഡേർഡ് EMF കാൽക്കുലേറ്റ് ചെയ്യാൻ ചോദിക്കാറുണ്ട് അല്ലേ? രണ്ടാമത് ചോദിക്കുന്നത് നേൺസ്റ്റ് ഇക്വേഷൻ. അതേപോലെ ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള ടോപ്പിക് ആണ് നേൺസ്റ്റ് ഇക്വേഷൻ. നേൺസ്റ്റ് ഇക്വേഷൻ എപ്പോഴും ഒരു റൈറ്റ് ദ നേൺസ്റ്റ് ഇക്വേഷൻ ആൻഡ് കാൽക്കുലേറ്റ്സ് ദി EMF എന്ന് പറഞ്ഞ ക്വസ്റ്റ്യൻ ഉണ്ടാവാറുണ്ട്. അതേപോലെ നേൺസ്റ്റ് ഇക്വേഷനിൽ നിന്ന് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ഡിറൈവ് ചെയ്തെടുക്കാൻ വരും അല്ലേ? ഡെറിവേഷൻ ഓഫ് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ഫ്രം നേൺസ്റ്റ് ഇക്വേഷൻ. ക്ലിയർ അല്ലേ? ഡെറിവേഷൻസ് വരുന്ന 2 ചാപ്റ്റേഴ്സ് ആണ്, കൈനറ്റിക്സും അതേപോലെ ഇലക്ട്രോകെമിസ്ട്രിയും. പിന്നെ കോൾറോഷ്യസ് ലോ ഉണ്ട്, ഫാരഡേസ് ലോ ഓഫ് ന്യൂമറിക്കൽസ് ഉണ്ട്. കോളറേഷ്യസ് ലോ നിങ്ങൾക്ക് അറിയാം, അവർക്ക് എന്തായിട്ട് അറിയുന്നത് സ്ഥിരമായിട്ട് ക്വസ്റ്റ്യൻ വരുന്ന പാർട്ടാണ് കോളറേഷ്യസ് ലോ, ഫാരഡേസ് ലോസ് ഓഫ് ഇലക്ട്രോളിസിസ്. കൊമേഴ്ഷ്യൽ സെൽ പഠിക്കുന്ന സമയത്ത് ഓർമ്മിക്കേണ്ടത് ലാസ്റ്റ് പാർട്ട് കൊമേഴ്ഷ്യൽ സെല്ലും കൊറോഷനും. അത് നന്നായിട്ട് പഠിച്ചു പോകും. മെക്കാനിസം ഓഫ് കൊറോഷൻ ആൻഡ്
commercial cells. Yes. അപ്പോൾ electrochemistry 21 marks ആണ്. Next, moving to the next chapter, which is chemical kinetics. Chemical kinetics ആണ്. Kinetics ഞാൻ എന്ത് ചെയ്യാ, എനിക്ക് വലിയ താല്പര്യമുള്ള അഞ്ചാം മിസ് തന്നെയാണ് കണ്ടിന്യൂസ് ആയിട്ട് എന്ത് ചെയ്യാറ്, അത് ഹാൻഡിൽ ചെയ്യാറ്. അപ്പൊ മിസ് തന്നെ പറഞ്ഞു. അല്ല, എനിക്ക് തോന്നുന്നു വളരെ ഈസി ആയിട്ടുള്ള ചാപ്റ്റർ തന്നെയാണ്. ന്യൂമറിക്കൽസ് ഉണ്ട് കൈനറ്റിക്സിൽ. ആദ്യത്തെ 3 ചാപ്റ്റർ നോക്കുകയാണെങ്കിലും ന്യൂമറിക്കൽസ് ഉള്ള ചാപ്റ്റേഴ്സ് തന്നെയാണ്. അതിൽ ഓർഡർ ആൻഡ് മോളിക്കുലാരിറ്റി സ്ഥിരം 2 മാർക്കിന് ഏതെങ്കിലും 4 ഡിഫറൻസ് ചോദിക്കാറുണ്ട്. ഈസി ആയിട്ട് 2 മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു പോർഷൻ ആണ് ഓർഡർ ആൻഡ് മോളിക്കുലാരിറ്റി. അതേപോലെ റേറ്റിനെ എഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ്, അതിൽ കോൺസെൻട്രേഷൻ ഉണ്ട്, ഇഫക്ട് ഓഫ് കാറ്റലിസ്റ്റ് ഉണ്ട്, ടെമ്പറേച്ചർ ഉണ്ട്. ഇതൊക്കെ നിങ്ങൾ പഠിക്കുക. അരീനിയസ് ഇക്വേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. 1 മാർക്കിന് സ്ഥിരം ചോദിക്കും. അരീനിയസ് ഇക്വേഷൻ എഴുതാനും അതിലെ ഓരോ ടേമും എന്താണ് അല്ലെ, ആ ടേംസ് ഓരോ ടേംസ് കറക്റ്റ് ആയിട്ട് ചോദിക്കാറുണ്ട്. ടെമ്പറേച്ചർ, ഈ ആക്ടിവേഷൻ എനർജി, അതിനെ ഡീറ്റെയിൽ ആയിട്ട് ഓരോന്ന് എഴുതി വെക്കണം. ആക്ടിവേഷൻ എനർജിയുടെ പ്രോബ്ലം ഇല്ലാത്ത ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഇല്ലാന്ന് തന്നെ നമുക്ക് പറയാം. അത്രയും ഇമ്പോർട്ടന്റ് ആണ്. 4 മാർക്ക് ക്വസ്റ്റ്യൻ അല്ലെ, 4 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. അതേപോലെ ഇന്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ ശരിക്കും അവർ ഡെറിവേഷൻ പഠിക്കുന്നുണ്ട് ആർട്ടി. പക്ഷെ ഇതുവരെ എന്ത് ചോദിച്ചിട്ടില്ല, ഡെറിവേഷൻ ചോദിച്ചിട്ടില്ല. ആ ഒരു ഇക്വേഷൻ മാത്രമാണ് ചോദിച്ചിട്ടുള്ളത്. പക്ഷെ കഴിഞ്ഞ വർഷത്തെ +1 മാത്സുകാർക്ക് പറ്റിയതുപോലെ നമ്മളത് ചോദിച്ചിട്ടില്ല എന്ന് കരുതി പഠിക്കാതെ പോയി. പക്ഷെ അതിൽ സാധാരണ ചോദിക്കാറ് ഇന്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ വെച്ചിട്ട് ഹാഫ് ലൈഫിന്റെ ഡെറിവേഷൻ ചോദിക്കാറുണ്ട്. 0 ഓർഡറിന്റെയും ഫസ്റ്റ് ഓർഡറിന്റെയാണ് എപ്പോഴും 2 മാർക്കിന് ചോദിക്കുക. ഫസ്റ്റ് ഓർഡറിന്റെ ഹാഫ് ലൈഫിന്റെ ഡെറിവേഷൻ ഡിറൈവ് ചെയ്തെടുക്കാൻ ചോദിക്കാറുണ്ട്. അതേപോലെ ഇന്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ എഴുതാനും ചോദിക്കാറുണ്ട്. ഗ്രാഫ് പ്ലോട്ട് ചെയ്യാനും പഠിക്കണം. അപ്പോൾ ഗ്രാഫ്, ഇക്വേഷനുമായിട്ട് റിലേറ്റ് ചെയ്ത പ്രോബ്ലംസ്, ഡെറിവേഷൻ, യൂണിറ്റ് തന്നിട്ട് ഏത് ഓർഡർ ആണെന്ന് പറയാൻ പറയാറുണ്ട്. റേറ്റ് കോൺസ്റ്റന്റ് K വെച്ചിട്ട് അതിന്റെ യൂണിറ്റ് വെച്ചിട്ട് അത് 0 ഓർഡർ ആണോ, ഫസ്റ്റ് ഓർഡർ ആണോ, സെക്കൻഡ് ഓർഡർ ആണോ എന്നൊക്കെ പ്രെഡിക്റ്റ് ചെയ്യാൻ ചോദിക്കാറുണ്ട്. വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയ ഈസി ചാപ്റ്റർ തന്നെ. കെമിക്കൽ കൈനറ്റിക്സിന്റെ വെർട്ടിക്കുലാരിറ്റി നിങ്ങൾ സൊല്യൂഷൻ പഠിക്കുന്ന സമയത്തും ഇലക്ട്രോ കെമിസ്ട്രി പഠിക്കുന്ന സമയത്ത് ഒരുപാട് സ്ട്രെയിൻ ചെയ്യണം. അഥവാ പ്രോബ്ലം തെറ്റിപ്പോവോ എന്നുള്ള ഡൗട്ട് ഒക്കെ ഉണ്ടാവും. പക്ഷെ കൈനറ്റിക്സിൽ പ്രോബ്ലം അങ്ങനെ തെറ്റിപ്പോകുന്നില്ല. ഒരേ പാറ്റേൺ. അവിടെ എനിക്ക് ആകെ ചോദിക്കുന്നത് റേറ്റ് കോൺസ്റ്റന്റ് K വെച്ചിട്ടുള്ള പ്രോബ്ലം, അതേപോലെ ഹാഫ് ലൈഫ് ടി ഹാഫിന്റെ പ്രോബ്ലം, അരീനിയസ് ഇക്വേഷന്റെ പ്രോബ്ലം വെച്ചിട്ട്, അരീനിയസ് ഇക്വേഷൻ വെച്ചിട്ട് ആക്ടിവേഷൻ എനർജിയുടെ പ്രോബ്ലം. ഈ 3 ടൈപ്പ് പ്രോബ്ലംസ് ആണ് സ്ഥിരമായിട്ട് ചോദിക്കാറ്. പിന്നെ ഒരു ഗ്രാഫ്, എഫക്ട് ഓഫ് കാറ്റലിസ്റ്റ് ഓൺ റേറ്റ് ഓഫ് റിയാക്ഷൻ അല്ലേ, അതിന്റെ ഒരു ഗ്രാഫും കാറ്റലിസ്റ്റിന്റെ ഒരു എഫക്ട്, അത് താരതമ്യേന ഈസി ആണ് കമ്പാരിറ്റീവ്ലി. അവർക്ക് തിയറാണ്, വളരെ ഈസി ആയിട്ട് വായിച്ചാൽ മനസ്സിലാവും. തിയറാണ്, 2 മാർക്ക് ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റും. മാക്സിമം 4 ഡെറിവേഷൻസ്, അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഹാഫ് ലൈഫിന്റെ 2 ഡെറിവേഷൻസ് ആണ്. അത്രേ ഉള്ളൂ, ഈസി. അല്ല, ഹാഫ് ലൈഫിന്റെ പ്രോബ്ലം ഒന്ന് നോക്കി വെച്ചാൽ ഹാഫ് ഇമ്പോർട്ടന്റ് ആണ്. ഹാഫ് ലൈഫ് എന്താണെന്ന് ഡിഫൈൻ ചെയ്യാൻ ചോദിച്ചിട്ടുണ്ട് 1 മാർക്കിനും 2 മാർക്കിനും. ടി ഹാഫിന്റെ ഇക്വേഷൻ നിങ്ങൾ പഠിക്കണം. ആ ഇക്വേഷൻ വെച്ചിട്ടുള്ള പ്രോബ്ലംസും ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ അതൊക്കെ ലൈവ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യും. എല്ലാത്തിന്റെയും കോണ്ടന്റ് വീഡിയോ, ഷോർട്ട് വീഡിയോസ് ഒക്കെ കണ്ടിന്യൂസ്. മക്കളെ, ഈ 4 ചാപ്റ്റേഴ്സിന്റെയും ലൈവ് ക്ലാസ്സുകൾ, അതേപോലെ കോണ്ടന്റ് വീഡിയോസും ഷോർട്ട് വീഡിയോസും 1 മാർക്ക് ഷോർട്ട് വീഡിയോസ് ഒക്കെ നമ്മൾ വരികയാണ് ഈ ചാനലിൽ ഇനി അങ്ങോട്ടേക്ക്. സോ ഓണം എക്സാമിന് നിങ്ങൾ പ്രിപ്പയർ ആകാൻ, നിങ്ങളുടെ കൂടെ ഞങ്ങളും ഇവിടെ റെഡിയാണ്. ഒന്നും പഠിക്കാത്ത കുട്ടിയാണെങ്കിൽ നമ്മൾ 1 ഷോട്ട് സീരീസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അതായത് ഒരു ചാപ്റ്റർ മൊത്തം ഒരു കോണ്ടന്റ് വീഡിയോ ആയിട്ട് കൊടുക്കേണ്ട പരിപാടികളുണ്ട്. അടുത്ത ചാപ്റ്റർ ഡി ആൻഡ് ഡെഫ് ബ്ലോക്ക്. മക്കളെ, ബാക്കി 3 ചാപ്റ്ററിൽ നിന്നും ഇതിന്റെ പ്രത്യേകത ഏറ്റവും ഈസി ആയിട്ടുള്ള പ്രത്യേകതകളാണ് ഈ ചാപ്റ്ററിൽ. മിസ് എന്ന് പറയട്ടെ, ഒന്ന് എനിക്ക് തീരെ ഇഷ്ടമില്ലാത്ത ചാപ്റ്റർ ആണ് ഡി ആൻഡ് ഡെഫ് ബ്ലോക്ക്. അടിപൊളി ചാപ്റ്റർ ആണെന്ന് ഞാൻ പറയും. കാരണം വളരെ ഈസി ആയിട്ട് പ്രോബ്ലംസ് ഒക്കെ ചെയ്ത് അവർക്ക് വിഷമിക്കേണ്ട ആവശ്യമില്ല. ഈസി ആയിട്ട് തിയറി പഠിച്ച് ഈസി ആയിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഈസി ആയിട്ടുള്ള ചാപ്റ്റർ ആണ്. പക്ഷെ ചില കുട്ടികൾക്ക് ബൈഹാർട്ട് പഠിക്കാൻ താല്പര്യമില്ലാത്തവർക്ക് ബോറിംഗ് ആയിരിക്കും ഈ ചാപ്റ്റർ. യെസ്, രസമുള്ള ചാപ്റ്റർ ആണ്. അതെ, അതിന്റെ ലോജിക്ക് നമ്മൾ തിരക്കാണെങ്കിൽ എന്തുകൊണ്ട് ഡി ബ്ലോക്ക് എലമെന്റ്സ് കളേർഡ് ആവുന്നു, അത് എന്തുകൊണ്ട് എന്ന് ചിന്തിക്കാനുള്ള ഇതുണ്ടെങ്കിൽ ഇത് കേട്ടിരിക്കാൻ രസമായിരിക്കും. യെസ്, 2 മാർക്കിനും 1 മാർക്കിനും സ്ഥിരം ഈ ചാപ്റ്റർ എന്ന് വരുന്ന ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ലാന്തനോയിഡ് കൺട്രാക്ഷൻ. അതായത് ലാന്തനോയിഡ് കോൺട്രാക്ഷൻ ഇല്ലാതെ ക്വസ്റ്റ്യൻ പേപ്പർ ഇറങ്ങിയിട്ടില്ല എന്ന് പറയാം. പഠിച്ചില്ലെങ്കിലും ഈ ചാപ്റ്ററിലെ ഒന്നും നിങ്ങൾ അറിയില്ലെങ്കിലും ഈ ഒരു കാര്യം നിങ്ങൾക്ക് അറിയണം. 1 മാർക്കും 2 മാർക്കിനും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. മെയിൻ എക്സാമിനും ലാന്തനോയിഡ് നിങ്ങൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ തപ്പിക്കോ. ലാന്തനോയിഡ് കോൺട്രാക്ഷനോ അല്ലെങ്കിൽ ലാന്തനോയിഡ് കോൺട്രാക്ഷൻ ഇല്ലാത്ത ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാവും. എല്ലാത്തിലും മെയിൻ എക്സാമിന് ഒരു പബ്ലിക് എക്സാമിന് ഒരു ചോദിക്കുന്നതാണ് ലാന്തനോയിഡ് കൺട്രാക്ഷൻ. ഇപ്പൊ തൽക്കാലം ഫസ്റ്റ് ടൈമിന് ആകെ 4 ചാപ്റ്റേഴ്സേ ഉള്ളൂ. അപ്പൊ എന്തായാലും ഈ ചോദ്യം ഉണ്ടാവും, അത് ഉറപ്പിച്ചു വെച്ചോളൂ. അതേപോലെ 2 കോമ്പൗണ്ട്സ് നിങ്ങൾക്ക് പഠിക്കാനുള്ളൂ. പൊട്ടാഷ്യം പെർമാംഗനേറ്റും പൊട്ടാഷ്യം ഡൈക്രോമേറ്റും ആണ്. അവരുടെ സ്ട്രക്ചർ ഇമ്പോർട്ടന്റ് ആണ്, അവരുടെ പ്രിപ്പറേഷൻ ഇമ്പോർട്ടന്റ് ആണ്, അവരുടെ പ്രോപ്പർട്ടീസ് ഇമ്പോർട്ടന്റ് ആണ്. ചെറിയ ചാപ്റ്റർ ആണ്. ഈ 3 കാര്യങ്ങൾ അവരെ കുറിച്ച് നിങ്ങൾക്ക് അറിയാം. പൊട്ടാഷ്യം പെർമാംഗനേറ്റും പൊട്ടാഷ്യം ഡൈക്രോമേറ്റ് എപ്പോഴും പ്രിപ്പറേഷൻ നന്നായിട്ട് ചോദിക്കാറുണ്ട്.
എഴുതി പഠിക്കണം അതിലെ പൊട്ടാഷ്യം ഡൈക്രോമേറ്റിന്റെ പ്രിപ്പറേഷൻ സ്ഥിരം ക്വസ്റ്റ്യൻ പേപ്പറിലുള്ളതാണ്. അവരുടെ സ്ട്രക്ചറും മാംഗനേറ്റ് അയോണ്ടേയും പെർമാംഗനേറ്റ് അയോണ്ടേയും ഡൈക്രോമേറ്റ് അയോണ്ടേയും ക്രോമേറ്റ് അയോണ്ടേയും ഒക്കെ സ്ട്രക്ചർ വരച്ചു പഠിക്കുക. നിങ്ങൾ കരുതുന്ന പോലെ ഒട്ടും ടഫ് അല്ല, ഈസി ആയിട്ടുള്ള സ്ട്രക്ചർ. 2-3 തവണ എഴുതി നോക്കുക കേട്ടോ. ഡൈക്രോമേറ്റിന്റെ പ്രിപ്പറേഷൻ 2-3 തവണ എഴുതി നോക്കുക. എഴുതിയില്ലെങ്കിൽ മറന്നു പോകുക, ഉറപ്പാണ് മറന്നു പോകുക. അതേപോലെ നിങ്ങൾ +1 പഠിക്കുന്നതാണ് ഡി ബ്ലോക്ക് എലമെന്റ്സിന്റെ പ്രോപ്പർട്ടീസ്. അവർ കളേർഡ് കോമ്പൗണ്ട്സ് ഫോം ചെയ്യും, അല്ലെങ്കിൽ അവർ കോംപ്ലക്സ് ഫോർമേഷൻ കോംപ്ലക്സുകൾ ഫോം ചെയ്യും. അതിന്റെ റീസൺ നിങ്ങൾ പഠിക്കുന്നത് ഡി ആൻഡ് എഫ് ബ്ലോക്കിലാണ്. അപ്പോൾ സ്ഥിരം ചോദിക്കും എന്തുകൊണ്ട് ഡി ബ്ലോക്ക് എലമെന്റ്സ് കളേർഡ് ആണ് എന്നുള്ള ക്വസ്റ്റ്യൻ സ്ഥിരം ചോദിക്കും. മാഗ്നറ്റിക് മൊമെന്റ് കാണാനുള്ള പാരാമാഗ്നറ്റിക് ആണോ ഡയമാഗ്നറ്റിക് ആണോ എന്നൊക്കെ കണ്ടുപിടിക്കാനായിട്ട് വരും. അപ്പൊ ശരിക്കും ഡ്യൂ ടു ഡി ട്രാൻസിഷൻ എഴുതിയാൽ തന്നെ 1 മാർക്ക് ആയി, അത്രയൊക്കെ ഉള്ളൂ. നിങ്ങൾ കരുതുന്ന പോലെ ഭയങ്കര സംഭവമൊന്നുമല്ല. എനിക്ക് തോന്നുന്നു അൺപെയ്ഡ് ഇലക്ട്രോൺസ് ഒക്കെ കണ്ടുപിടിക്കുന്നതായിരിക്കും കുറച്ചും കൂടെ നിങ്ങൾക്ക് അവർക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് സമയത്ത് ഒരു രസകരമായിട്ട് ആ ചാപ്റ്റർ പഠിക്കണമെങ്കിൽ അൺപെയ്ഡ് ഇലക്ട്രോൺ കാണാം, മാഗ്നറ്റിക് മൊമെന്റ് കാണാം. ആ ഒരു വേയിൽ പോയാൽ നിങ്ങൾക്ക് ഈസി ചാപ്റ്ററിനോട് കുറച്ച് താല്പര്യം. മാഗ്നറ്റിക് മൊമെന്റ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള പ്രോബ്ലം എന്തായാലും ഉണ്ടായിരിക്കും. പ്രോബ്ലം എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റില്ല, ഈസിയാണ്. അത്രയും ആദ്യത്തെ 3 ചാപ്റ്റർ പഠിക്കാൻ ന്യൂമറിക്കൽസ് ഉള്ള കുട്ടി, ന്യൂമറിക്കൽസിനോട് താല്പര്യമുള്ള കുട്ടികൾക്ക് ആദ്യത്തെ 3 ചാപ്റ്റർ ഭയങ്കര ഈസി ആയിരിക്കും. സോ തിയറിയോട് താല്പര്യമുള്ള കുട്ടിക്ക് ഡി ആൻഡ് എഫ് ബ്ലോക്ക് ഈസി ആയിരിക്കും അല്ലേ? അപ്പോ ഈ 4 ചാപ്റ്റേഴ്സ് ആണ് അടിപൊളിയായിട്ട് പഠിക്കുക. നമ്മൾ കൂടെ തന്നെ നന്നായിട്ട് പഠിച്ചോ. കോണ്ടന്റ് വീഡിയോയും ഷോർട്ട് വീഡിയോയുമായി ടേഗൺ നിങ്ങളെ കൂടെ തന്നെ ഉണ്ടാവും. ലൈവ് ക്ലാസ്സുകളുമായിട്ട് ഞങ്ങൾ കൂടെ ഉണ്ടാവും. അതേപോലെ നിങ്ങൾക്ക് വേണ്ട കോണ്ടന്റ് വീഡിയോസ് ഒക്കെ നിങ്ങൾ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്താൽ അതിനെക്കുറിച്ച് റിലേറ്റ് ചെയ്യുന്ന ഒരുപാട് കുട്ടികൾ ആവശ്യപ്പെടുന്ന കോണ്ടന്റ് വീഡിയോസ് ഒക്കെ നമ്മൾ ചെയ്തു തരുന്നതായിരിക്കും നിങ്ങൾക്ക് വേണ്ടി. നിങ്ങൾ എന്ത് ആഗ്രഹിക്കുന്നോ ആ വീഡിയോസ് ആണ് നമ്മൾ നിങ്ങൾക്ക് വേണ്ടി. നിങ്ങൾ ചെയ്യേണ്ടത് ഈ വീഡിയോന്റെ താഴെ നിങ്ങൾക്ക് എന്തൊക്കെ ചാപ്റ്ററിൽ ഏതൊക്കെ പോയിന്റുകൾ കോണ്ടന്റ് വീഡിയോ ആയിട്ട് വേണം, 1 ഷോട്ട് ആയിട്ട് വേണം എന്ന് പറഞ്ഞോളൂ. ഈ വീഡിയോന് താഴെ തന്നെ കമന്റ് ചെയ്യുക. നിങ്ങൾക്ക് എന്ത് ചെയ്യും, എല്ലാം എന്ത് ചെയ്യും, പ്രൊവൈഡ് ചെയ്യും. ടെൻഷൻ അടിക്കാതെ ആദ്യത്തെ എക്സാം അടിപൊളിയായിട്ട് എഴുതുക. ഓൾ ദ വെരി ബെസ്റ്റ്. ബൈ.